ഹായ് മൈ ഡിഫൻസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ പഞ്ചപ്പാടം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ ഈ വർഷത്തെ പ്രിലിംസിലേക്കും വേണ്ടി എങ്ങനെ പ്ലാൻ ചെയ്യാം, ഒരു മോഡൽ പ്ലാനിങ്. ഞാൻ 100 ദിവസത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന എൻ്റെ ഒരു പ്ലാനിങ് ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത്. അപ്പൊ ആ ഒരു പ്ലാനിങ്ങിന്റെ മോഡൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇനി വരുന്ന 100 ദിവസം അല്ലെങ്കിൽ 3 മാസത്തോളം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ രീതിയിൽ പ്ലാൻ ചെയ്ത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് UPSC ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്ലാനിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾ പഠനം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ റിവിഷൻ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പ്ലാനിങ്ങിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഓരോ സബ്ജക്ട് വെച്ചുകൊണ്ടുള്ള പ്ലാനിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാനിങ്ങിന്റെ PDF കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ PDF കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിലൂടെയാണ്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണുക. കണ്ടു കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടെലിഗ്രാം ചാനൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതിൽ PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ വർഷത്തെ പ്രിലിംസ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി വളരെ കുറഞ്ഞ ഫീസിലുള്ള ഒരു പ്രിലിംസ് ക്രാഷ് കോഴ്സ്, ഞാൻ ഈ പറയുന്ന പ്ലാനിന്റെ രീതിയിൽ തന്നെ നടക്കുന്ന ഒരു പ്രിലിംസ് ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. കംപ്ലീറ്റ് പ്രിലിംസിലോട്ടുള്ള സബ്ജക്ട് എൻ്റെ സിലബസ് കവർ ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകളും റിവിഷൻ ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇതിപ്പം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫറിൽ ഇതുണ്ടായിരുന്നു. ഇതിന്റെ ഫീസ് വരുന്നത് 7,000 ആണ്. ഒരു സ്പെഷ്യൽ ഓഫർ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഇട്ടിരുന്നു. ഓക്കെ, ഓഫർ ഓൾമോസ്റ്റ് എൻഡ് ആയതാണ്. അത് 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക്. ഏകദേശം 3 മാസത്തോളം വരുന്ന പ്രോഗ്രാമാണ്. വളരെ കുറഞ്ഞ ഫീസിലും കംപ്ലീറ്റ് ആയിട്ട് ഓൾറെഡി പഠിച്ച മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് റിവിഷൻ ആയിട്ടും ഇനി ഒട്ടും എവിടെയും പഠിക്കാത്ത ആളുകൾക്കാണെങ്കിൽ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് സബ്ജക്ട് റിവിഷൻ ഡീപ്പായിട്ട് പഠിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ് പ്രിലിംസ് ക്രാഷ് കോഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇവിടെയുള്ള നമ്പറുമായിട്ട് എന്ത് ചെയ്യുക, ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു സ്പെഷ്യൽ ഓഫർ 7,000 വരുന്ന ഈ ഒരു ഇതാണ് നിങ്ങൾക്ക് ഒരു 1,499 രൂപക്ക് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ ഒരു 20 കുട്ടികൾക്കായിരുന്നു ഓഫർ പറഞ്ഞിരുന്നത്. പിന്നെ വീണ്ടും പല വിദ്യാർത്ഥികൾ ആവശ്യമായ അടിസ്ഥാനത്തിലാണ് 10 കുട്ടികൾക്കും കൂടി നീട്ടി കൊടുക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ ഇവിടെയുള്ള നമ്പറുമായിട്ട് 8590840250 എന്നുള്ള നമ്പറുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതിൽ സബ്ജക്റ്റുകൾ എക്കോണമി, ഇന്ത്യൻ പൊളിറ്റി, മോഡേൺ ഹിസ്റ്ററി തുടങ്ങിയ എല്ലാ സബ്ജക്റ്റും അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ 100 ഡേയ്സ് നമുക്ക് എങ്ങനെ പ്ലാനിങ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് 100 ഡേയ്സ് പ്ലാനിങ്ങിലോട്ട് വരുന്നതിന് മുന്നേ നിങ്ങൾ 100 ഡേയ്സിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, 100 ഡേയ്സ് ഇനി വരാൻ പോകുന്ന ദിവസം നിങ്ങൾ പഠനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത് എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കാത്ത സബ്ജക്ട് ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതുവരെ ഒട്ടും നോക്കാത്ത സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് റീഡ് ചെയ്യാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ചിലപ്പം 10 സബ്ജക്റ്റ് ഉള്ളതിൽ ഏതൊക്കെ സബ്ജക്ട് വേണമെന്നുള്ള ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്, ഷെഡ്യൂളിൽ തരുന്നുണ്ട് നിങ്ങൾക്ക്. ആ 10 സബ്ജക്റ്റ് ആണെങ്കിൽ ഒരു 6 സബ്ജക്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 4 സബ്ജക്ട് ഫസ്റ്റ് വായിച്ച് തീർക്കണം. അപ്പൊ അത്യാവശ്യം ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് പഠിച്ച സബ്ജക്റ്റുകൾ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും വിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത റിവിഷൻ എന്നുള്ളത്. ഓക്കെ, പിന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് എന്ന് പറയുന്നത്, റിവിഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റ് ആണ്. നിർബന്ധമായിട്ടും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ടെസ്റ്റോ ഏതെങ്കിലും ടെസ്റ്റുകൾ എവിടെയും കണ്ടെത്തുക. ഓരോ സബ്ജക്റ്റും മിനിമം ഒരു 3 ടെസ്റ്റിംഗിൽ എന്ത് ചെയ്യുക, സബ്ജക്ട് വൈസ് ടെസ്റ്റുകൾ എഴുതുക. അതുപോലെ തന്നെ ഫുൾ ടെസ്റ്റുകൾ എഴുതുക. ഫുൾ ടെസ്റ്റ്, സബ്ജക്ട് ടെസ്റ്റ് കംപ്ലീറ്റ് സബ്ജക്ട് എഴുതി കഴിഞ്ഞാൽ ഫുൾ ടെസ്റ്റ് ഒരു 5 മുതൽ 10 വരെ എന്ത് ചെയ്യുക, ഫുൾ ടെസ്റ്റ് എല്ലാ സബ്ജക്റ്റും കൂടി വരുന്ന രീതിയിലുള്ള ടെസ്റ്റുകളും കൂടി എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതൊരിക്കലും വിട്ടു മാറ്റാൻ പറ്റാത്ത 2013 മുതൽ 2022 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. അത് GS 1 ഉം 2 ഉം പ്രിലിംസിന്റെ GS പേപ്പറും അതുപോലെ തന്നെ SAT പേപ്പറും ചെയ്ത് നോക്കണം എന്ന് അറിഞ്ഞിരിക്കാം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് SAT ആണ്. ഓക്കെ, നിർബന്ധമാണ്. വളരെ ലാസ്റ്റ് 2 വർഷമായിട്ട് SAT എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അത് SAT വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ SATന്റെ മാത്രം ഡീപ്പായിട്ടുള്ള ക്ലാസ് നമ്മുടെ SATന്റെ ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്, SAT മാത്രമായിട്ടുള്ള. ഓക്കെ, നമ്മുടെ ക്രാഷ് കോഴ്സിൽ SAT ഉണ്ട്, 10ഓളം ക്ലാസ്സുകളേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് SAT വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ SAT മാത്രം ഡീപ്പായിട്ട് നടക്കുന്ന ക്ലാസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ലാസ്റ്റ് 1 ഇയർ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം എന്നുള്ളതാണ്. ഈ വിഷന്റെ PT 365 ഒക്കെ ഫോളോ ചെയ്താലും മതിയാവും, പ്രശ്നമില്ല. എങ്ങനെയാണെങ്കിലും നിങ്ങൾ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക, കവർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഈ 6 കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഇതിന്റെ കൂടെ ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. മറ്റു കാര്യം കൂടിയുണ്ട്. 7th പോയിന്റ് എന്ന് പറയുന്നത് NCERT ആണ്. NCERT +1 +2 NCERT നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം,
അതിനുവേണ്ടി വായിക്കണം എന്നുള്ളതാണ്. അത് +1 +2 ജോഗ്രഫി, ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ തുടങ്ങിയ, പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിയുടെ കോൺസ്റ്റന്റ് വർക്ക് എന്നുള്ള തുടങ്ങിയ NCERT-കളൊക്കെ നിർബന്ധമായിട്ട് വായിക്കണം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് NCERT ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ഇനിയുള്ള പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഉണ്ടാവേണ്ടത്. അപ്പൊ അനുയോജ്യമായ ഒരു പ്ലാനിങ് ആണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. NCERT മാത്രം പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ NCERT-യുടെ ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്തെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഞാൻ പ്ലാനിങ്ങിലോട്ട് വരികയാണെങ്കിൽ, ഈ ഒരു ഷെഡ്യൂൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കംപ്ലീറ്റ് സബ്ജക്ട് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊളിറ്റി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, സയൻസ്, എൻവിയോൺമെന്റ്, സയൻസ് ടെക്നോളജി, എക്കണോമിക്സ്, ആർട്ട് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, കറന്റ് അഫയേഴ്സ്, ഗവൺമെന്റ് സ്കീംസ്, ആൻഷ്യൻ ഹിസ്റ്ററി, മെഡീവൽ ഹിസ്റ്ററി, അഗ്രികൾച്ചർ, CSAT, അതിന്റെ കൂടെ ഒരു കാര്യം കൂടി NCERT കേട്ടോ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ ആഡ് ചെയ്യാനുള്ള ഒരു കോളം കൂടി ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ സബ്ജക്റ്റുകൾ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒട്ടും റീഡിങ് ചെയ്യാത്തതാണെങ്കിൽ, ഇപ്പൊ ഇതൊക്കെ ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് റീഡിംഗ് ടിക്കിടാം. ഫസ്റ്റ് റീഡിംഗ് കഴിയാത്തതാണെങ്കിൽ എന്ത് ചെയ്യുക, അത് ഫസ്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ നോക്കുന്ന റിവിഷൻ ആണ്. ഞാൻ പറഞ്ഞുള്ള റിവിഷൻ എന്ത് ചെയ്യുക, ഒരു 5 പ്രാവശ്യങ്ങൾ റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക. അത് ഒന്നെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ബുക്ക്, ഇപ്പൊ പൊളിറ്റി ആണെങ്കിൽ ലക്ഷ്മികാന്ത് വെച്ചിട്ട് വായിക്കുന്നവരുണ്ടാവാം. പിന്നെ അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാവാം. നമ്മളൊക്കെ ക്ലാസിന്റെ ഭാഗമായിട്ട് ഷോർട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഷോർട്ട് നോട്ട്സ് വെച്ച് വായിച്ചാലും മതി റിവിഷൻ. ഓക്കെ, എങ്കിലും റിവിഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു 5 പ്രാവശ്യങ്ങളും ചെയ്യണം. അതിൽ ഒരു റിവിഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, അടുത്ത് എന്ത് ചെയ്യുക, അതിന്റെ ഒരു റിവിഷൻ കഴിഞ്ഞാൽ ടെസ്റ്റ് 1 ചെയ്യാം. എന്നിട്ട് അതിന്റെ അറ്റൻഡ് ചെയ്തോ എന്നുള്ള ഉറപ്പ് വരുത്തുക. എത്ര സ്കോർ കിട്ടി എന്നുള്ളത്, അതായത് ഇപ്പം 200-ലാണെങ്കിൽ 50 സ്കോർ കിട്ടിയെന്ന് സങ്കല്പിക്കാം. എന്നിട്ട് നിങ്ങൾ അനാലിസിസ് എടുത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് പറ്റിയത്, എവിടെയൊക്കെയാണ് ഇഷ്യൂസ് ഉള്ളത്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് രണ്ടാമത്തെ റിവിഷനിലോട്ട് വരാം. എന്നിട്ട് ടെസ്റ്റ് 2 എടുക്കുക. എന്നിട്ട് അറ്റൻഡ് ചെയ്യുക. അതിന്റെ സ്കോർ ഉദാഹരണം ഒരു 75 ആയി കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. ആ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. പിന്നെ മൂന്നാമത്തെ റിവിഷനിലോട്ട് വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത ടെസ്റ്റ് എടുക്കുക. ഓക്കെ, അതിൽ മാർക്ക് അറ്റൻഡ് ചെയ്യുക. സ്കോർ ഒരു 100-ലൊക്കെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, പിന്നെ 4ാമത്തെ റിവിഷൻ ചെയ്യുക, 5ാമത്തെ റിവിഷൻ ചെയ്യുക. അതിന്റെ കൂടെ കറന്റ് അഫയേഴ്സും കൂടി ആഡ് ചെയ്യുക. ഒരു 3 ടെസ്റ്റിംഗ് മിനിമം ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് 4ഓ 5ഓ ടെസ്റ്റ് ഓരോ സബ്ജക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, എന്നിട്ട് ഓരോ സബ്ജക്റ്റ് നിങ്ങൾ കറന്റ് അഫയേഴ്സും കൂടി എന്ത് ചെയ്യുക, അതിന്റെ കൂടെ നിർബന്ധമായിട്ടും വായിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്താം. ഈ പ്ലാനിങ് ഞാനൊരു റഫ് പ്ലാനിങ് ആണ് ഇത് തന്നിട്ടുള്ളതെന്ന് പറയുന്നത്. നമുക്ക് സബ്ജക്ട് റീഡിങ്, റിവിഷൻ, ടെസ്റ്റ്, കറന്റ് അഫയേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ PYQs. ഇവിടെ ഒരു കോളം കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക, PYQs എന്നുള്ളത്. ഞാൻ ഇങ്ങനെ ഇട്ടതിന് പകരം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് വേറെ തന്നെ ഷെഡ്യൂൾ ഉണ്ടാക്കുക. ഓരോ വർഷം 2013 മുതൽ 2022 വരെ ഓരോ വർഷവും നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് അത് കവർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലാനിങ് പോലെ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ അതിന്റെ കൂടെ ആഡ് ചെയ്ത് തരാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഒന്നെങ്കിൽ ഓരോ മന്ത്ലി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇയർലി PT 360 പോലത്തെ കറന്റ് അഫയേഴ്സ് വെച്ചുകൊണ്ടോ എന്ത് ചെയ്യുക, അതും കവർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ഇത് നിർബന്ധമായിട്ടും വേണ്ടതാണ്. ഫസ്റ്റ് റീഡിങ്ങും റിവിഷനും ടെസ്റ്റും. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞ മറ്റുള്ള NCERT-ക്കും അതേപോലെ ഇവിടെ വേണം. NCERT വരുന്നുണ്ട്. അപ്പൊ CSAT-ന് അതേപോലെ വേണം, കറന്റ് അഫയേഴ്സിനും അതേപോലെ വേണം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുന്ന ഒരു പ്ലാനിങ് ഉണ്ടാക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഇതല്ലാത്ത നിങ്ങളുടേതായ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോ ഈ പ്ലാനിങ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ പ്ലാനിങ് നിങ്ങളുടേതായ എല്ലാ അഭിപ്രായങ്ങളും എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ അറിയിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ മെറ്റീരിയൽ, ഈ PDF-ഉം കാര്യങ്ങളും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലിലൂടെയാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് 1499 രൂപക്ക് കംപ്ലീറ്റ് പ്രിലിംസിലുള്ള സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയുള്ള ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ഇവരുടെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ഉടൻ ബന്ധപ്പെടാം. സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഉള്ള ഈ ഒരു നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് 8590840250 എന്നൊക്കെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടോ ഈ നമ്പറിലൂടെയോ അല്ലെങ്കിൽ ടെലിഗ്രാമിലൂടെ നിങ്ങൾ അറിയിക്കുക. പ്ലാനിങ് ചെയ്യുക, പഠനം സ്റ്റാർട്ട് ചെയ്യുക. പ്രിലിംസിലോട്ട് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ടു നോക്കുക. ഓക്കെ, കറന്റ് അഫയേഴ്സിന്റെ 1 ഇയർ കറന്റ് അഫയേഴ്സ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇതിലൂടെ ഇടുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും